ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്നത്തെ നമ്മുടെ SCERT ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ മലയാളം ഭാഗം 1 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മറ്റുള്ള സബ്ജക്റ്റ് പോലൊന്നല്ല മലയാളം. അതിൽ നമുക്ക് എന്താണ് ടെക്സ്റ്റ് ബുക്കിലെ കഥയിലെയോ കവിതയിലെയോ പോയിന്റ്സും ഇതിലെ ആശയങ്ങളൊന്നല്ല നമ്മുടെ PSC എക്സാമിന് ഉണ്ടാവുക. ഇവിടെ ഇതുവരെയുള്ള PSC എക്സാമിൻ്റെ പാറ്റേൺ അനുസരിച്ച് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത്? മലയാളത്തിൽ ഒരു കൃതിയിലെ വരികൾ തന്നിട്ട് അതിൻ്റെ രചയിതാവ് ആരെന്ന് ചോദിക്കും. അല്ലെങ്കിൽ എന്താണ് ഒരു സാഹിത്യകാരൻ്റെ പേര് തന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഓപ്ഷനിൽ എടുത്തിടാൻ പറയും. പിന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവാർഡുകളാണ്. പിന്നെ വൊക്കാബുലറിയിൽ നിന്നും ചോദിക്കുന്നത് ഒരു പദം തന്നിട്ട് അതിൻ്റെ അർത്ഥം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ, അതുപോലെ തന്നെ വിപരീത പദങ്ങൾ എടുത്ത് എഴുതാനുണ്ടാവും. എങ്ങനെയൊക്കെയാണ് ഇതുവരെയുള്ള PSCയുടെ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ സിലബസിനനുസരിച്ച് മാറും. എന്തായാലും നമ്മൾ ഈ SCERT ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ ഓരോ യൂണിറ്റിലും തന്നിട്ടുള്ള പുതിയ പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും നമുക്ക് പഠിക്കാം. ഓരോ രചയിതാക്കളുടെയും പ്രധാനപ്പെട്ട കൃതികളും അതുപോലെ തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള വർഷങ്ങളൊക്കെ ഒന്ന് നോക്കാം. വൊക്കാബുലറി നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എപ്പോഴും പറയുന്നതാണ്. ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അതുപോലെ തന്നെ ഓരോ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ടെലഗ്രാമിൽ പോൾ എക്സാമും അറ്റൻഡ് ചെയ്യണം. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് ഓരോ എക്സാമും ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ഓരോ എക്സാമും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ 5ാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം 1-ൽ നമുക്ക് 3 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ യൂണിറ്റ്സിൽ 3 ചാപ്റ്റേഴ്സാണ്. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താ? ഇത്തിരി പൂവേ കുരുന്നു പൂവേ. ഇതിൽ 3 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. മണ്ണിൻ്റെ കിനാവുകൾ, കാട്ടിലെ മഴ, ഡെയ്സി ചെടി. ഇത് 3 നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ രചയിതാക്കൾ ആരൊക്കെയാണെന്നും അതുപോലെ തന്നെ അതിലെ പുതിയ പദങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം. ഇത്തിരി പൂവേ കുരുന്നു പൂവേ. ഇതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് മണ്ണിൻ്റെ കിനാവുകൾ. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്ത ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ, മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പോയും ചേറ്റി നിൽക്കും പനിനീർ മലയരുകൾ, രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ ഭൂമയേറിടും വാടാമലേരുകൾ, പൂക്കളെത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മീകളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാത്ത നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹാസിപ്പവർ, പൂക്കൾ മണ്ണിൻ്റെ യോമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ. അപ്പോൾ ഇത് P. മധുസൂദനൻ നായരുടെ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കൃതിയിലെ കുറച്ച് വരികളാണ്. പൂക്കളും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധമാണ് P. മധുസൂദനൻ നായരുടെ ഈ ഒരു കൃതിയിൽ പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ ഓരോ പാഠഭാഗവും നന്നായിട്ടൊന്ന് നോക്കാം. രചയിതാക്കളെ കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പഠിക്കാം. ഈ ഒരു പാഠത്തിൻ്റെ തന്നെ ലാസ്റ്റ് ഭാഗത്ത് തന്നൊരു കവിത ആണിത്. സുഗതകുമാരിൻ്റെ കവിത ആണ്. ഒരു തൈ നടാം, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇത് മയക്കായി തൊയ്തു നടുന്നു, അഴകിനായി തണലിനായി തേൻ പയങ്ങൾക്കായൊരു 100 തൈകൾ നിരന്നു നടുന്നു. സുഗതകുമാരിൻ്റെ ഒരു തൈ നടാം എന്നുള്ള കവിതയാണിത്. ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ രചയിതാക്കളെയും പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. അവർക്ക് ലഭിച്ചിട്ടുള്ള അവാർഡുകളും അതുപോലെ തന്നെ അവരെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അടുത്തത് കാട്ടിലെ മഴ എന്നുള്ളൊരു പാഠഭാഗമാണ്. ഈ സോമനാഥിൻ്റെ ഇലകളിൽ ചോരുന്ന ആകാശം എന്ന കൃതിയിലെ കുറച്ച് ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാട്ടിൽ കന്നിമഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം എത്തുമ്പോഴുള്ള പ്രകൃതിയുടെ മാറ്റത്തെയാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് മഴ അഴക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എണ്ണ കണ്ടു മാമലകൾ, പണക്കാരായി പറമ്പുകൾ, മരുന്നു വെച്ചു മുറികൾ, കെട്ടി വെട്ടേറ്റ് കാടുകൾ. P. കുഞ്ഞിരാമൻ നായരുടെ ഒരു കവിതയിലുള്ള വരികളാണിത്. ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മഴ പെയ്തപ്പോൾ പ്രകൃതിക്കുണ്ടായ മാറ്റമാണ് P. കുഞ്ഞിരാമൻ നായർ വർണ്ണിച്ചിരിക്കുന്നതെന്ന്.
അടുത്തത് കിളിയും പൂവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ പറയുന്ന ഡെയ്സി ചെടി എന്നുള്ളൊരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും ആൻഡേഴ്സൺ കഥകളിലെ എ വിജയൻ്റെ വിവർത്തനമാണ്. പ്രകൃതിയുടെയും പൂക്കളുടെയും മനോഹാരിതയും ഭംഗിയും കണ്ടില്ല എന്ന് നടിക്കുന്ന മനുഷ്യരുടെ പ്രവർത്തനങ്ങളെയാണ് ഈ ഒരു ഭാഗത്ത് രചയിതാവ് വിമർശിക്കുന്നത്. ഇത് പദപരിചയം എന്നുള്ള ഭാഗമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കണം. ആദ്യത്തേത് അതിദ്രുതം. അതിദ്രുതം വളരെ വേഗത്തിലാണ് അർത്ഥം. അതിദ്രുതം വളരെ വേഗത്തിൽ. അതിദ്രുതം വളരെ വേഗത്തിൽ. അടുത്തത് അനുഗ്രഹീത. അനുഗ്രഹം ലഭിച്ചവളാണ് അനുഗ്രഹീത. അനുഗ്രഹീത അനുഗ്രഹം ലഭിച്ചവൾ. അഭിമുഖം മുഖത്തിനു നേരെ. അഭിമുഖം മുഖത്തിനു നേരെ. അറുത്തെടുക്കുക മുറിച്ചെടുക്കുക. അറുത്തെടുക്കുക മുറിച്ചെടുക്കുക. അഹന്ത അഹങ്കാരം. അഹന്ത അഹങ്കാരം. ആർഭാടം ആഡംബരം. ആർഭാടം ആഡംബരം. ഇലച്ചാർത്തുകൾ. ഇലക്കൂട്ടങ്ങളാണ് ഇലച്ചാർത്തുകൾ. ഇലച്ചാർത്തുകൾ ഇലക്കൂട്ടങ്ങൾ. ഒളിയിടം ഒളിച്ചിരിക്കാനുള്ള സ്ഥലമാണ് ഒളിയിടം. ഒളിയിടം ഒളിച്ചിരിക്കാനുള്ള സ്ഥലം. ഓമൽക്കിനാവ് കൗതുകമുള്ള സ്വപ്നമാണ് ഓമൽക്കിനാവ്. കൗതുകമുള്ള സ്വപ്നം ഓമൽക്കിനാവ്. കന്നിമയ ആദ്യത്തെ മയ. കന്നിമയ ആദ്യത്തെ മയ. കലപിലാരവം കലപില ശബ്ദമാണ് കലപിലാരവം. കലപില ശബ്ദം. കുരുത്ത ഉണ്ടായ അല്ലെങ്കിൽ മുളച്ചു വന്ന. കുരുത്ത ഉണ്ടായ അല്ലെങ്കിൽ മുളച്ചു വന്ന. ചാർത്തുക അലങ്കരിക്കുക അല്ലെങ്കിൽ അണിയുക. ചാർത്തുക അലങ്കരിക്കുക അല്ലെങ്കിൽ അണിയുക. ചെന്താരുകൾ ചുവന്ന പൂക്കളാണ് ചെന്താരുകൾ. ചെന്താരുകൾ ചുവന്ന പൂക്കൾ. ചേറ്റി വിതറി അല്ലെങ്കിൽ പരത്തി എന്നുള്ള അർത്ഥമാണ് ചേറ്റി. ചേറ്റി വിതറി അല്ലെങ്കിൽ പരത്തി. തൂമ എന്ന് പറഞ്ഞാൽ ഭംഗി അല്ലെങ്കിൽ വെളുപ്പ്. തൂമ ഭംഗി വെളുപ്പ്. നീർക്കണം. നീർക്കണം എന്ന് പറഞ്ഞാൽ വെള്ളത്തുള്ളിയാണ് നീർക്കണം. നീർക്കണം വെള്ളത്തുള്ളി. നുകർന്ന ആസ്വദിച്ച. നുകർന്ന ആസ്വദിച്ച. നെടുവീർപ്പ് നീണ്ട ശ്വാസം വിടലാണ് നെടുവീർപ്പ്. പകിട്ട് മോടി അല്ലെങ്കിൽ തിളക്കം. പകിട്ട് മോടി അല്ലെങ്കിൽ തിളക്കം. പരിഭവം സങ്കടവും പ്രതിഷേധവും ചേർന്ന വികാരം. പരിഭവം സങ്കടവും പ്രതിഷേധവും ചേർന്ന വികാരം. പാതയോരം വഴിയരിക്. പാതയോരം വഴിയരിക്. പുൽനാമ്പ് പുല്ലിൻ്റെ മുള. പുൽനാമ്പ് പുല്ലിൻ്റെ മുള. പ്രതിധ്വനി മാറ്റൊലി. പ്രതിധ്വനി മാറ്റൊലി. പ്രതിരോധിച്ചു തടഞ്ഞു. പ്രതിരോധിച്ചു തടഞ്ഞു എന്നാണ് അർത്ഥം. പ്രതിരോധിച്ചു തടഞ്ഞു. ബഹുമതി ബഹുമാനം അല്ലെങ്കിൽ ആദരവ്. ബഹുമതി ബഹുമാനം അല്ലെങ്കിൽ ആദരവ്. മഴയിരമ്പം മഴയുടെ ശബ്ദം. മഴയിരമ്പം മഴയുടെ ശബ്ദം. മാർദ്ദവം മിനുസം. മാർദ്ദവം മിനുസം. മിഴി കണ്ണ് നേത്രം നയനം. മിഴിൻ്റെ അർത്ഥം കണ്ണ് നേത്രം നയനം. കണ്ണ് നേത്രം നയനം. അടുത്തത് മേട്. മേട് ഉയർന്ന് നിരപ്പായ സ്ഥലമാണ് മേട്. മേട് എന്താണ്? ഉയർന്ന് നിരപ്പായ സ്ഥലം. രാജമുദ്ര രാജാവിൻ്റെ മുദ്ര. ഇവിടെ കിരീടം എന്ന അർത്ഥമുണ്ട് കേട്ടോ. രാജമുദ്ര കിരീടം എന്ന അർത്ഥമുണ്ട്. അല്ലെങ്കിൽ രാജാവിൻ്റെ മുദ്ര. രാജമുദ്ര രാജാവിൻ്റെ മുദ്ര അല്ലെങ്കിൽ കിരീടം. ലാളിക്കുക ഓമനിക്കുക. വാനമ്പാടി മധുരമായി പാടുന്നൊരു പക്ഷിയാണ് വാനമ്പാടി. മധുരമായി പാടുന്നൊരു പക്ഷിയാണ് വാനമ്പാടി. വിലാപം കരച്ചിലാണ്. വിലാപം കരച്ചിൽ. സാന്ത്വനം ആശ്വസിപ്പിക്കൽ. സാന്ത്വനം ആശ്വസിപ്പിക്കൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിലുള്ള പ്രധാനപ്പെട്ട പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും. ഇനി നമുക്ക് രചയിതാക്കളെ കുറിച്ച് നോക്കാം. ആദ്യം മധുസൂദനൻ നായരെ പറ്റി നോക്കാം. കേരളത്തിൻ്റെ പ്രശസ്തനായ കവിയും അധ്യാപകനുമാണ് വി മധുസൂദനൻ നായർ. ജനനം ഫെബ്രുവരി 1949 ഫെബ്രുവരി 25 തിരുവനന്തപുരം അരുവിയോട് എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. ആധുനികർക്ക് ശേഷം വ്യാപകമായ പ്രശസ്തി നേടിയ ഇദ്ദേഹം കവിതയെ ജനപ്രിയമാക്കുന്നതിനും സവിശേഷമായ ആലാപന രീതി പ്രചാരത്തിൽ വരുത്തുന്നതിലും സുപ്രധാന പങ്കുവഹിച്ചു. കേരളത്തിലെ പ്രശസ്തനായ കവിയും അധ്യാപകനുമാണ് മധുസൂദനൻ നായർ. അടുത്തത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത് 1986 കുഞ്ഞുപിള്ള കവിതാ പുരസ്കാരം നാരായണത്ത് ഭ്രാന്തൻ എന്ന ഇദ്ദേഹത്തിൻ്റെ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. 1986 കുഞ്ഞുപിള്ള കവിതാ പുരസ്കാരം നാരായണത്ത് ഭ്രാന്തൻ എന്ന കൃതിക്ക് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.
അതുപോലെ 1993 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, അതും നാറാണത്ത് ഭ്രാന്തൻ എന്ന കവിതാ സമാഹാരത്തിനാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. 1993 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെട്ട പദ്യകൃതികളിലൊന്നാണ് ഈ നാറാണത്ത് ഭ്രാന്തൻ എന്ന ഇദ്ദേഹത്തിൻ്റെ കൃതി. അടുത്തത് 1991 കെ ബാലകൃഷ്ണൻ പുരസ്കാരം. അദ്ദേഹത്തിന് ഭാരതീയം എന്ന കൃതിക്കാണ് 1991 ബാലകൃഷ്ണൻ പുരസ്കാരം ഇദ്ദേഹത്തിന് കിട്ടിയത്. ഭാരതീയം എന്ന കവിതയ്ക്കാണ്. 2017 ഇദ്ദേഹത്തിന് കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2017 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് മധുസൂദനൻ നായർക്കാണ്. അതുപോലെ 2016 പത്മപ്രഭ പുരസ്കാരവും ലഭിച്ചത് മധുസൂദനൻ നായർക്ക് തന്നെയാണ്. 2016 പത്മപ്രഭ പുരസ്കാര ജേതാവും മധുസൂദനൻ നായരാണ്. ഇനി 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ പിറന്ന വീട് എന്ന കവിതക്കാണ്. വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കവിതക്കാണ് 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഇതായി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാറാണത്ത് ഭ്രാന്തൻ, ഭാരതീയം, അഗസ്ത്യ ഹൃദയം, ഗാന്ധി, അമ്മയുടെ എഴുത്തുകൾ, നടരാജസ്മൃതി, പുണ്യപുരാണം രാമകഥ, സീതായനം, വാക്ക്, അകത്താര് പുറത്താര്, ഗംഗ, സാക്ഷി, സന്താനഗോപാലം, പുരുഷമേധം, അച്ഛൻ പിറന്ന വീട്. ഇത്രയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് കോഡൊക്കെ യൂസ് ചെയ്ത് പഠിക്കാം. അടുത്തത് നമുക്ക് സുഗതകുമാരിയെ പറ്റി നോക്കാം. മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയും കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ ശ്രദ്ധാലുവായ സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്നു സുഗതകുമാരി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സണായിരുന്നു. പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഗതികളായ വനിതകൾക്കും മാനസിക വൈകല്യമുള്ളവർക്കും ഡേ കെയർ സെൻ്ററായി പ്രവർത്തിക്കുന്ന അഭയ എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപക സെക്രട്ടറിയുമാണ് ഇവർ. അപ്പോൾ ഇവർ 2020 ഡിസംബർ 23 മരണമടഞ്ഞു. അടുത്തത് സുഗതകുമാരിക്ക് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1978 രാത്രിമയ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രാത്രിമയ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 1978. 2013 മണലെഴുത്ത് എന്ന കൃതിക്ക് 2012 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മണലെഴുത്ത് എന്ന കൃതിക്ക് 2012 സരസ്വതി സമ്മാൻ പുരസ്കാരം 2013 ലഭിച്ചിട്ടുണ്ട്. 1968 പാതിരാപ്പൂക്കൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 1982 അമ്പലമണി എന്ന കൃതിക്ക് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1984 ഈ അമ്പലമണി എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2001 ലളിതാംബിക അന്തർജനം അവാർഡ്, 2003 വള്ളത്തോൾ അവാർഡ്, 2004 കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ്, 2004 ബാലാമണിയമ്മ അവാർഡ്, 2006 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2009 എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കാം. സുഗതകുമാരിയുടെ പ്രധാനപ്പെട്ട മറ്റ് കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദേവദാസി, വാഴത്തേൻ, മലമുകളിലിരിക്കെ, സൈലന്റ് വാലി അല്ലെങ്കിൽ നിശബ്ദവനം, വായാടിക്കിളി, കാടിനു കാവൽ, കാവ് തീണ്ടല്ലേ ലേഖനങ്ങളാണ്. വാരിയെല്ല് അതുപോലെ അത് ലേഖനങ്ങൾ തന്നെയാണ്. അടുത്തത് സഹ്യഹൃദയം, പെൺകുഞ്ഞ്. ഇത്രയാണ് സുഗതകുമാരിൻ്റെ മറ്റു കൃതികൾ. അടുത്തത് നമുക്ക് പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് നോക്കാം. മലയാള ഭാഷയിലെ പ്രശസ്തനായ കാൽപ്പനിക കവിയായിരുന്നു ഇദ്ദേഹം. കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം കവിതകളിലേക്ക് ആവാഹിച്ച കുഞ്ഞിരാമൻ നായർ തന്നെ പിന്തുടർന്ന അനേകം യുവ കവികൾക്ക് പ്രചോദനമേകി. പി എന്നും മഹാകവി പി എന്നും അദ്ദേഹം അറിയപ്പെട്ടു. നിത്യസഞ്ചാരിയായിരുന്നു അദ്ദേഹം. കേരളത്തിൻ്റെ പച്ചപ്പ്, ക്ഷേത്രാന്തരീക്ഷം, ആചാരാനുഷ്ഠാനങ്ങൾ, ദേവതാ സങ്കല്പങ്ങൾ എന്നിവയുടെ ചുരുക്കത്തിൽ കേരളീയതയുടെ നേർ ചിത്രങ്ങളാണ് പിയുടെ കവിതകളൊക്കെ. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇടവപ്പാതി ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു കൃതിയാണ്. അതുപോലെ താമരത്തോണി, താമരത്തേൻ, വയൽക്കരയിൽ, പൂക്കളം, കളിയച്ചൻ, അനന്തൻ കാട്ടിൽ, ചന്ദ്രദർശനം, ചിലമ്പൊലി, തിരുമുടിമാല, രഥോത്സവം. ഇത്രയും ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മറ്റു കൃതികളാണ്. അടുത്തത് ഇ സോമനാഥാണ്. രാഷ്ട്രീയ പരിസ്ഥിതി വിഷയങ്ങളിൽ കേരളം കണ്ട ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിരുന്നു സോമനാഥ്. അനനുകരണീയ ശൈലിയിൽ അദ്ദേഹം എഴുതിയ രാഷ്ട്രീയ ലേഖനങ്ങളും പംക്തികളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 2022 ജനുവരി 28 ഇദ്ദേഹം മരണമടഞ്ഞു. അടുത്തത് എ വിജയൻ.
നോവലിസ്റ്റ്, അധ്യാപകൻ, കവി, വിവർത്തകൻ എന്നീ നിലകളിലൊക്കെ പ്രശസ്തനാണ് ഇദ്ദേഹം. 1944 കോഴിക്കോടാണ് ജനനം. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ നോക്കാം. കുരുവി, ഗോപി, കുട്ടാപ്പു, കിണിയുടെ കഥ, താവളം തേടി, വേലിപ്പൂക്കൾ. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ. കേരള സർക്കാരിൻ്റെ ബാലസാഹിത്യ അവാർഡ്, കൈരളി ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് അവാർഡ്, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, അധ്യാപക സംസ്ഥാന അവാർഡ്, ഇതൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഓരോന്നും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. അതായത് പുതിയ പദങ്ങളും അതുപോലെ രചയിതാക്കളുടെ കൃതികളും അതുപോലെ അവർക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.